കേരളത്തിൽ മരങ്ങൾ നട്ടാൽ മാത്രമേ ഈ വെള്ളത്തെ, നമ്മുടെ ഭൂഗർഭ ജലത്തെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പരിരക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മരങ്ങൾ നടണം. ഒരു 5 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു 2 തെങ്ങെങ്കിലും അതിനകത്ത് വേണം. ഇനി അവിടെ പോകുമ്പോഴത്തേക്ക് ആ 18 പൂങ്കാവനത്തിലും ആ മൗണ്ടുകളിലും വൃക്ഷങ്ങൾ എവിടെയെങ്കിലും വിള്ളലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നട്ടുപരിപാലിക്കണം. അവിടെ വിള്ളലായിട്ട് കിടക്കാൻ പാടില്ല. എന്തിനാണ് മകരവിളക്ക് തെളിയിക്കുന്നത്? ഈ 18 മലകളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തി എന്നുള്ള പച്ചക്കൊടിയാണ് മകരവിളക്ക്. അതൊരു ഭക്തിയുടെ പരിവേഷമല്ല, അല്ല ഒരു അത്ഭുതമല്ല മകരവിളക്ക് എന്ന് പറയുന്നത്. നമ്മൾ ട്രെയിൻ പോകുമ്പോഴത്തേക്ക് പച്ചക്കൊടി വീശുന്നത് എന്തിനാ? എല്ലാം ഓക്കെയാണ്. ഇതുപോലെ ഈ ഒരു മണ്ഡലകാലം കഴിഞ്ഞ് അവിടെ ഈ മരപരിപാലനത്തിന് വേണ്ടി പോയ, വൃക്ഷപരിപാലനത്തിന് പോയ ആൾക്കാർ എല്ലാം ഓക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഈ മകരവിളക്ക് തെളിയിക്കുന്നത്. മകരവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഈ 18 മലകളും സന്ദർശിച്ചു, 18 മലകളിലും വൃക്ഷപ്രകൃതി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല, ഇനി അടുത്ത വർഷം വന്ന് നോക്കിയാൽ മതി എന്നുള്ളതിൻ്റെ പ്രതീകമാണ് ആ വിളക്ക്. ഇതറിഞ്ഞൂടാതെ മകരവിളക്ക് കണ്ടാലോ അവിടെ എന്ത് ഭക്തിയാ ഉള്ളത്?